നമസ്കാരം. കാലം മാറി. ഇന്നത്തെ പിള്ളേർക്കൊക്കെ മോശമല്ലാത്ത വിവരമുണ്ട്. ഞാൻ 2 മാസത്തിനകം ചത്തുപോകുമെന്ന് പറഞ്ഞ മലയാളിയെ പറ്റിച്ച ആ കോണയനും കെട്ടിയും ചത്തതുകൊണ്ട് ഗൾഫ് സന്ദർശനം, അടുത്ത ട്രംപുമായിട്ട് വിസിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ പെണ്ണും പിള്ളയൊക്കെ സംസാരിക്കുന്നത് പോലും പൊതുവിജ്ഞാനത്തോടെയാണ്, അല്ല മണ്ടത്തരങ്ങളല്ല. അവരുടെ വലിയ വലിയ വർത്തമാനങ്ങളാണ് ഇവരെല്ലാം പറയണേ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ നന്ദിനിക്കുട്ടിയായി ജീവിക്കുന്ന മീനാക്ഷി. ഒപ്പം എന്ന് പറഞ്ഞ സിനിമയിലെ മീനാക്ഷിയെ ആരെങ്കിലും മറക്കുമോ? നന്ദിനിക്കുട്ടിയായ മീനാക്ഷി. ഒരു വലിയ വിഷയത്തെ മീനാക്ഷി ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു. കൊടുകൈ എന്ന് ശങ്കരാടി പറഞ്ഞതുപോലെ അത് കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നി. ഞാൻ ദിലീപിൻ്റെ ഏതൊരു പടത്തിൻ്റെ സെറ്റിൽ വെച്ച് മീനാക്ഷിയെ കണ്ടു. പാവം കുട്ടി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പോയി. വർത്തമാന കേരളത്തിൽ ഇപ്പോൾ ദൈവമാണല്ലോ താരം. അയ്യപ്പസ്വാമിയുടെ ദ്വാരപാലകന്മാരെയും അദ്ദേഹം ചവിട്ടി നിന്ന പീഠങ്ങളുമൊക്കെ സ്വർണം പൂശാൻ കൊണ്ടുപോയി സിനിമാക്കാരന്മാരുടെ അടുക്കളയിലും മുതലാളിമാരുടെ കടപ്പറയിലും ഒക്കെ കൊണ്ടുവച്ച് കാശടിച്ചിട്ട് സ്വർണം അടിച്ച് മാറ്റിയിട്ട് ചെമ്പ് പാളിയാക്കുന്ന ഒരു ഫ്രോഡ് പോറ്റിയുടെ കഥയൊക്കെ വലിയ വാർത്തകളിൽ ഇപ്പോൾ ഇടം പിടിക്കുകയാണല്ലോ. ഇത് കാലം വല്ലാത്ത കാലമാണ്. ശബരിമല അമ്പലത്തിൽ ഒരു മതവിഭാഗക്കാർ തീ വെച്ചതാണെന്ന് പറയുന്നു. എങ്ങനെയോ അബദ്ധത്തിൽ കത്തിയതാണെന്ന് പറഞ്ഞു. എന്തായാലും ശബരിമല കത്തി. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി കേശവനാണ്. അദ്ദേഹം ഏതോ ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സ്റ്റേജിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ PA കാതിൽ പറഞ്ഞു, സർ, ശബരിമല അമ്പലം കത്തി. ഇന്നത്തെ ഒരു മുഖ്യമന്ത്രിക്കും ആംബിയർ ഉണ്ടാവില്ല. സി കേശവൻ നമ്മുടെ K ബാലകൃഷ്ണൻ്റെ അച്ഛനാണ്, കൗമുദി ബാലകൃഷ്ണൻ്റെ അച്ഛൻ. സി കേശവൻ പറഞ്ഞ മറുപടി അത്രയെങ്കിലും അന്ധവിശ്വാസം നഷ്ടമായല്ലോ എന്നായിരുന്നു. ഇന്നത്തെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി പറയും, വിവരം അറിയും, മന്ത്രി മിക്കവാറും മുഖ്യമന്ത്രിയുടെ കസേര പോകും. അതാണ് ഇപ്പോഴത്തെ കാലം. അപ്പോൾ ഇപ്പോൾ ഒരു പോറ്റി ആലോചിക്കുക, പൂണൂലൊക്കെ ഇട്ടുകൊണ്ട് അയ്യപ്പൻ്റെ അടുത്ത ആളായി നിന്നുകൊണ്ട് ഞാൻ പൂശി തരാമെന്ന് പറഞ്ഞാൽ ഇവൻ കംപ്ലീറ്റ് വരെയും പൂശി ഈ എന്താ പറയുക ദ്വാരപാലകന്മാരെയും പീഠമൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മുടെ ജയറാം അടക്കം സിനിമാക്കാരന്മാരുടെയൊക്കെ അടുക്കളയിലും മുതലാളിമാരെ കിടപ്പറയിലൊക്കെ കൊണ്ടുവച്ച് ലക്ഷങ്ങൾ അടിച്ചു മാറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. ജയറാം പറയുന്നത് ഞാനൊന്നും കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ജയറാമിൻ്റെ വീട്ടിലൊക്കെ ഇതെടുത്തുകൊണ്ട് പോകണം? ഒരു സിനിമാക്കാരൻ്റെ വീട്ടിലേക്കാണ് ഈ ദ്വാരപാലകനെയൊക്കെ കൊണ്ട് വയ്ക്കാനുള്ളത്. അന്വേഷിക്കട്ടെ, ചിലപ്പോൾ ഒരുപാട് വിവരങ്ങൾ ഇനിയും പുറത്ത് വരാൻ കാണും. പൂണൂലിട്ട് രണ്ടുപേരും പൂണൂലുകാരായതുകൊണ്ടായിരിക്കും വീട്ടിൽ കൊണ്ട് കൊടുത്തത് കാണിക്കാൻ. അയ്യപ്പൻ്റെ ഇതാ കണ്ടോ എന്ന് പറഞ്ഞ് കൊണ്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ആ സ്വർണം മുഴുവൻ തൂക്കിയെടുത്ത് ചുരണ്ടി അവൻ കാശടിച്ച്. അത് മനസ്സിൽ വെച്ചിട്ടാകണം. ദൈവം മുതൽ മോഷ്ടിക്കുമ്പോൾ പോലും ഒരു ദൈവവും കള്ളന്മാരെ ശിക്ഷിക്കാൻ പോകുന്നില്ല എന്നും അതൊക്കെ ഈ കക്കുന്ന കള്ളന്മാർക്ക് അറിയാമെന്നും ഈ കുട്ടി മീനാക്ഷി ഒപ്പത്തിൽ ഇപ്പം നായികയാവാറായി മീനാക്ഷി പറയുന്നു. ഒരു മലയാളത്തിലെ ഒരു നായികയും ഇങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നില്ല. എന്ത് അർത്ഥവത്തായ കമൻ്റാണ് അവൾ പറയുന്നതെന്ന് നോക്കൂ. ദൈവം മുതൽ മോഷ്ടിക്കുമ്പോൾ പോലും ഒരു ദൈവവും കള്ളന്മാരെ ശിക്ഷിക്കാൻ പോകുന്നില്ല എന്നും അതൊക്കെ ഈ കക്കുന്ന കള്ളന്മാർക്ക് അറിയാം എന്നുമാണ് മീനാക്ഷി പറയുന്നത്. എത്തിസ്റ്റ്, നിരീശ്വരവാദികൾ ആണോ എന്ന് ചോദിച്ചാൽ റാഷണലാണ് എന്നാണ് ഉത്തരം. പക്ഷേ യഥാർത്ഥ എത്തിസ്റ്റ്, അതായത് നിരീശ്വരവാദി ആരാന്ന് ചോദിച്ചാൽ മീനാക്ഷിയുടെ കാഴ്ചപ്പാട് തീർച്ചയായും ദൈവത്തോട് അടുത്തു നിൽക്കുന്നുവെന്ന് നമ്മൾ കരുതുന്ന വിശ്വാസികളിൽ ചിലർ തന്നെ എന്നാണ് അവൾ പറയുന്നത്. ഇപ്പം ഈ സ്വർണം ഓടിച്ച കള്ളനില്ലേ പോറ്റി, അവൻ നിരീശ്വരവാദി ആയിരിക്കില്ല. അവൻ ദൈവവിശ്വാസിയാണെങ്കിൽ അയ്യപ്പനെ എങ്ങനെ ഇങ്ങനെ കക്കുന്നത്? അപ്പോൾ ഒരു നിരീശ്വരവാദി ആയിരിക്കാം. മീനാക്ഷി പറയുന്നത് കറക്റ്റാണ്. അവർ ദൈവം മുതൽ മോഷ്ടിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആളുകളായി നിന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ ഒക്കെയും കൃത്യമായും അവർക്കറിയാം അവരെയോ അവരുടെ ബന്ധുക്കളെയോ ഒരു ദൈവവും ശിക്ഷിക്കാൻ പോകുന്നില്ല എന്ന്. അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഇല്ല എന്ന്, അത് ദൈവം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്ന്. വിശ്വാസികളെന്ന് നമ്മൾ കരുതുന്നവരിൽ ചിലർ തന്നെയാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദികൾ. പൊതുവെ എത്തിസ്റ്റുകൾ എന്ന് പറഞ്ഞ് നടക്കുന്നവർ വലിയ ശല്യമുണ്ടാക്കിയതായി അറിയില്ല. ശരിയല്ലേ മീനാക്ഷിയുടെ നിരീക്ഷണം? ഈ നിരീശ്വരവാദികളെന്ന് പറഞ്ഞവർ ഒരു കുഴപ്പവും കാണിക്കുന്നവരല്ല. തേങ്ങ എടുത്ത അവളെ തലയിൽ അടിയടാ എന്ന് ഒരു നിരീശ്വരവാദിയും പറയില്ല. പറയൂ?
ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു വിവരദോഷി പറഞ്ഞിട്ടില്ലേ, ഒരു എം പി, ഏതോ സ്ത്രീ ശബരിമലയിൽ പോയത് പൊറോട്ടയും ബീഫും തിന്നോട്ടെന്ന്. ഇവനെയൊക്കെ ജയിപ്പിക്കുന്നവരല്ലേ കവിളി മടൽ വെട്ടി അടിക്കാൻ. ഞാനങ്ങനെ പറയും. ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ കരുതുന്നത് ഇയാൾ ഇത്തിരി വിവരമുള്ളവനെന്നാണ്. നമ്മുടെ മുഖ്യമന്ത്രി അയാളെ ഉപയോഗിച്ച പദം ഞാൻ ഉപയോഗിക്കുന്നില്ല, വളരെ കറക്റ്റാണ്, 100% യോഗ്യതയുള്ള പേരാണ് പിണറായി വിജയൻ വിളിച്ചതെന്ന് ഞാൻ പറയും. അയാൾ ഇന്നലെ പറയുകയാണ് ബീഫും പൊറോട്ടയും തിന്നിട്ടാണെന്ന് ഏതോ ഒരു അമ്മണി മലക്കേറിയത്. അവൾ പറയാണ് എനിക്ക് ബീഫ് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ പൊറോട്ട കഴിക്കാറില്ല, അത് ഈ മണ്ടം എം പിക്ക് അറിഞ്ഞൂടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. ഇവനെയൊക്കെ ജയിപ്പിച്ചവരെ സമ്മതിക്കണം കേട്ടോ. അപ്പോൾ മീനാക്ഷി പറയുന്നത് പൊതുവെ എത്തിസ്റ്റുകൾ എന്ന് പറഞ്ഞു നടക്കുന്നവർ വലിയ ശല്യം ഉണ്ടാക്കുന്നവരല്ല, ഈ വിശ്വാസികൾ എന്ന് പറയുന്നവരാണ് ശല്യം എന്നാണ് പറയുന്നത്. എന്തായാലും മീനാക്ഷി പറഞ്ഞതിന് തുടർച്ചയായിട്ട് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഞങ്ങളുടെ നാട്ടിലെ എം ടി വാസുദേവൻ നായർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം, പക്ഷേ എൻ്റെ പരമദേവതയായ അദ്ദേഹത്തിൻ്റെ കുടുംബദേവിയെക്കുറിച്ച് പറയും, ആ ദേവി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ നാട്ടിലെ വെള്ളായണി ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞ പ്രശസ്തമായൊരു അമ്പലമുണ്ട്, ഭദ്രകാളി ക്ഷേത്രം. 3 വർഷത്തിലൊരിക്കലാണ് അവിടെ കാളിയൂട്ട് നടക്കുന്നത്. നിലത്തിപ്പോരും പറന്നേറ്റും ഒക്കെ നടക്കുന്നത് 3 വർഷത്തിലൊരിക്കേ ഉള്ളൂ ഉത്സവം. വലിയ പ്രശസ്തമായ അമ്പലമാണ്. ആ അമ്പലത്തെക്കുറിച്ച് എനിക്ക് ബഹുമാനമുള്ളത്, 8 വീട്ടി പിള്ളമാർ എന്ന് പറയുന്നത് പോലെ 8 നായർ കുടുംബക്കാരാണ് അതിൻ്റെ കമ്മിറ്റിക്കാർ. അവിടെ എന്താ പറയുക, ദേവിയുടെ ഏറ്റവും ഇഷ്ടഭക്ഷണം എന്ന് പറയുന്നത് തെങ്ങും കള്ളാണ്. അതെത്തിക്കുന്നത് ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ്. അവിടെ കൊട്ടടിക്കുന്നത് തേങ്ങ വെട്ടാൻ പോകുന്ന ആൾക്കാരാണ്, ആ സമുദായക്കാരാണ്. അവിടെ പാണം കൊട്ടെന്ന് പറഞ്ഞൊരു കൊട്ടുണ്ട്, അത് പാണൻ സമുദായത്തിൽപ്പെട്ട ആളാണ് അത് കൊട്ടുന്നത്. പൂജിക്കുന്നതൊന്നും ബ്രാഹ്മണന്മാരല്ല, ഇരുമ്പ് പണി ചെയ്യുന്ന, കൊല്ലപ്പണി ചെയ്യുന്ന കൊല്ലന്മാർ എന്ന് വിളിക്കുന്ന വിശ്വകർമ്മയിൽപ്പെട്ടവരാണ് ദേവിയെ പൂജിക്കുന്നത് പട്ട കൊടുത്തിട്ട്. ദേവി പുറത്ത് എഴുന്നള്ളി ദാരികനെ നിഗ്രഹിച്ച് തിരിച്ചു കയറുന്നതിന് മുമ്പ് വെള്ളായണി കായലിൽ കൊണ്ടുപോയി ദേവിയെ കുളിപ്പിക്കും, ആറാട്ടിന് കൊണ്ടുപോകും. അവിടെ ആറാട്ടിന് വെള്ളം മൺകലങ്ങളിൽ കോരിക്കൊണ്ടുവന്ന് ദേവിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ദളിത് സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ്. ഇത് മാറുമറയ്ക്കുന്നതിൻ്റെയൊക്കെ കാലഘട്ടത്തിന് മുമ്പേ ഉള്ള കഥയാണ് പറഞ്ഞത്. ആ രീതി ഇന്നും തുടരുന്നു. എനിക്കതുകൊണ്ടാണ് വെള്ളായണി അമ്മച്ചിയെ ഭയങ്കര ഇഷ്ടം. കാരണം ജാതി മത ചിന്തയില്ലാതെ. ഞങ്ങളുടെ നാട്ടിൽ ഈ പറന്നേറ്റിൻ്റെയൊക്കെ ഉത്സവം നടക്കുന്ന അവസാനത്തെ 10 ദിവസം ഒരു തവണ ഞാനൊക്കെ ഉത്സവ കമ്മിറ്റിയിലുള്ളപ്പോൾ ഷാജഹാനായിരുന്നു പ്രസിഡൻറ്റ്, മുസ്ലിമാണ്. ആലോചിക്കുക, അവിടെ ജാതിയും മതവും വെച്ചൊന്നുമല്ല ഞങ്ങൾ വെള്ളായണി അമ്മച്ചിയെ കാണുന്നത്. ഈ അമ്മച്ചിയുടെ വിഗ്രഹം വലിയ വിഗ്രഹമാണ്. ആ വിഗ്രഹം സ്വർണം കുറച്ച് ഇതുപോലെ തന്നെ പ്രഭ മങ്ങി തുടങ്ങി. അപ്പോൾ ദേവസ്വം ബോർഡ് അമ്മച്ചിക്ക് സ്വർണം പൂശാൻ തീരുമാനിച്ചു. കാളിയൂട്ടിന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് സ്വർണം പൂശാൻ തീരുമാനിച്ചു. അമ്പലത്തിന് എതിർവശത്തുള്ള ദേവസ്വത്തിൻ്റെ ബിൽഡിങ്ങിൽ വെച്ചാണ് സ്വർണം പൂശൽ. ഇതുപോലെ മറ്റേ സിനിമാടന്മാരെ വീട്ടിലൊന്നും അല്ല കൊണ്ടുപോകണം, അതിൻ്റെ എതിർവശത്തുള്ള കെട്ടിടത്തിൽ വെച്ചാണ് പൂശുന്നത്. അപ്പോൾ ഈ ആവശ്യമില്ലാത്തടത്തെല്ലാം ഇപ്പോൾ ഈ ക്ഷേത്രം ഭരിക്കാൻ നടക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, അവരെ സംഘടനയുടെ പേര് ഞാൻ പറയുന്നില്ല, പോട്ടെ. യവന്മാർ ദേവിക്ക് കാവലുന്നേ, ദേവിക്ക് കാവലെന്നിരുന്നേ, നമുക്ക് കാവൽ വയ്ക്കുന്ന ദേവിക്ക് എന്തിനാ കാവൽ? പക്ഷേ യവന്മാർ കയറി കാവൽ വയ്ക്കും, വേറെ ആരെയും വരാൻ സമ്മതിക്കില്ല. DYFകാരെയോ യൂത്ത് കോൺഗ്രസ്സുകാരെയോ അടുപ്പിക്കില്ല. കാവൽ നിന്നത് പോട്ടെന്ന് വയ്ക്കാം. കാവൽ നിന്നെല്ലാം കഴിഞ്ഞ് യവന്മാർ പൈസയൊക്കെ ടിക്കറ്റൊക്കെ വെച്ച് പൈസയൊക്കെ പിരിച്ച് അവസാനമാണ് അറിയുന്നത് 68,000 രൂപ ദോശ തിന്നളഞ്ഞവന്മാർ. ആലോചിച്ചോക്കെ, ദൈവത്തിന് വേണ്ടി നടക്കുന്നു എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കള്ളങ്ങൾ പറയുന്നവന്മാർ വെള്ളായണി ദേവിക്ക് സ്വർണം പൂശുന്നതിന് കാവൽ നിന്നതിനിടയിൽ 68,000 രൂപ ദോശ തിന്നെന്ന് ബില്ല് കൊടുത്തു. മീനാക്ഷിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് മീനാക്ഷി ഭക്തി വിറ്റ് തിന്നുന്നവന്മാരാണ് ഇപ്പോൾ കേരളത്തിൽ വിജയിച്ച് നിൽക്കുന്നത്. ഇത്രേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ഒരു കഥ കൂടി പറഞ്ഞ് വാരഫലം അവസാനിപ്പിക്കാം. ദൂരദർശന് വേണ്ടി കുട്ടികളുടെ ജയിലുണ്ടല്ലോ, ഇപ്പോൾ ദുർഗുണ പരിഹാര പാഠശാല എന്നാണ് അതിനെ പറയാറ്. അപ്പോൾ കുട്ടികളുടെ ജയിലിൻ്റെ പശ്ചാത്തലത്തിൽ മോഹൻദാസ് എന്ന് പറഞ്ഞ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ സംവിധായകൻ ദൂരദർശന് വേണ്ടി ഒരു പരമ്പര ചെയ്തു. ഞാനായിരുന്നു സഹസംവിധായകൻ. 18 വയസ്സിന് താഴെയുള്ള ശിക്ഷിക്കപ്പെടുന്ന കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലത്തെ പറയുന്നതാണ് ഈ ദുർഗുണ പരിഹാര പാഠശാല.
തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിൻ്റെ നേരെ എതിർവശത്താണ് ഈ സർക്കാർ സ്ഥാപനം. നിർമ്മാതാവിൻ്റെ അമ്മ അക്കാലത്ത് ജയിൽ ഉദ്യോഗസ്ഥ ആയതിനാൽ മാത്രം ചിത്രീകരണത്തിന് ഈ കുട്ടികളുടെ ജയിൽ അനുവദിച്ചു. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ, 5 മണിയാകുമ്പോൾ ഇറങ്ങിക്കൊടുക്കണം. നമ്മുടെ അകാലത്തിൽ പൊലിഞ്ഞ സംഗീത ചക്രവർത്തി എന്ന് തന്നെ വിളിക്കാവുന്ന ബാലഭാസ്കർ ഈ പരമ്പരയിൽ ഒരു പ്രധാന വേഷക്കാരനായിരുന്നു, ബാലനടനായിരുന്നു. വേലക്കാരി ചെയ്തിരുന്ന പണി നോക്കി അനുജത്തി കരഞ്ഞപ്പോൾ ഉറക്കഗുളിയ വാരി വായിലിട്ട് കൊടുത്ത് ആ പിഞ്ചു കുഞ്ഞ് മരിച്ചപ്പോൾ ശിക്ഷിക്കപ്പെട്ട ബാലൻ്റെ വേഷമായിരുന്നു ബാലഭാസ്കറിന്. 2 മാസം കൊണ്ട് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കുട്ടികളുമായി, 2 മാസമല്ല 2 ദിവസം കൊണ്ട് അവിടെ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കുട്ടികളുമായിട്ട് ഞാൻ നല്ല ബന്ധത്തിലായി. അവർ ആവശ്യപ്പെട്ട ചെറിയ ചെറിയ സാധനങ്ങൾ ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കുമായിരുന്നു. എംബ്രോയ്ഡറി ചെയ്യാനുള്ള നൂല്, കളർ നൂലുകൾ, ചെറിയ കഷ്ണങ്ങളിലുള്ള തുണികൾ, വിക്സ് ഗുളിയ, കളർ കാർഡുകളും പേപ്പറും ഇതൊക്കെയായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഇല്ലൻറ്റും കാർഡും പോസ്റ്റ് കാർഡും പേനയും അവർക്ക് വീട്ടിലേക്കൊക്കെ എഴുതാനായിരിക്കാം ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയിട്ടും എന്നെ വിളിച്ചതിന് അറിയിച്ചതിൻ്റെ പേരിൽ ഞാൻ പോയി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ജോലി തേടി മധുരയിൽ നിന്നും തലസ്ഥാനത്ത് വന്ന അപ്പനെക്കുറിച്ച് ഒരു വിവരവുമില്ലാതായപ്പോൾ പാട്ടിയോടൊപ്പം അപ്പനെ തിരക്കി മധുരയിൽ നിന്ന് വന്ന് എവിടെയോ വെച്ച് പാട്ടിയും ഈ കുട്ടിയുമായിട്ട് ബന്ധം വേർപെട്ടു, എവിടെയോ കൈവിട്ടു പോയി. അവനെ പോലീസ് പിടിച്ചു. അവനും ഈ ദുർഗുണ പരിഹാര പാഠശാലയിൽ കിടപ്പുണ്ട്. അനാഥനായ മോനും മോഡൽ സ്കൂളിൽ കയറി ചില്ലറ സാധനങ്ങൾ മോഷ്ടിച്ചവനും ട്രെയിനിൻ്റെ AC കോച്ചിൽ ചുമ്മാ നടന്നു പോയപ്പോഴേ ട്രെയിനിനകത്ത് ഒരു കമ്പിളി കിടക്കുന്നു. AC-യിലെ കമ്പിളിയാണ്, ഇന്നത്തെ പോലെ ഏജൻസി അല്ല നടത്തുന്നത്, റെയിൽവേ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ കമ്പിളി അവർ മടക്കി മടക്കി വരെയായിരിക്കാം. ഈ ഒരു പയ്യൻ അത് അറിഞ്ഞില്ല. അവൻ നോക്കിയപ്പോൾ AC-യിൽ ആരോ മറന്നു വെച്ച കമ്പിളി കിടക്കുന്നു. അവൻ കമ്പിളി മടക്കി എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയതും പോലീസ് പിടിച്ചു. അവനും ജയിലിലായി. അങ്ങനെ ഒരുപാട് പേര് അവിടെ കിടപ്പുണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് പെട്ടുപോയത്. അപ്പോൾ ഈ കാണുന്ന കുട്ടികളോട് ചങ്ങാത്തം കൂടിയപ്പോൾ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചിലർ ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം പറയും. ഇങ്ങനെ കമ്പിളി എടുത്തുകൊണ്ടാണ് മോഷ്ടിച്ചെന്ന് പറഞ്ഞ് പിടിച്ചു, പാട്ടിയുടെ കൂടെ അപ്പായെ തിരക്കി വന്നപ്പോൾ കൈവിട്ടുപോയി, ഞാൻ കള്ളനാണെന്ന് പറഞ്ഞ് പിടിച്ചു എന്ന് ഒരു കാര്യങ്ങൾ പറയും. പക്ഷേ പഠിച്ച കള്ളന്മാർ പറയുന്നത് എന്തോട്ടെ, എന്ത് കേസിലാണ് എന്നെ പിടിച്ച സംശയം, ഇതൊന്ന് സംശയം, ഇവ എന്തോ വലിയ കുഴപ്പം കാണിച്ചാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷെ അവൻ പറഞ്ഞത് ആ കുഴപ്പം ഞാൻ കാണിച്ചു എന്ന് സംശയം. അങ്ങനെയാണ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. ഈ കമ്പനി കൂടലിൽ പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികൾ എൻ്റെ വീട് തേടി നേരെ ശാന്തിവിളി വരും. അവിടെ ഒന്ന് ഏതെങ്കിലും കടയിൽ കയറി കേൾക്കും ഇന്നയാളുടെ വീട് അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിൽ വരും. കഷ്ടമാണ് കേട്ടോ, പോകാനൊരിടമില്ല, ഒരു ജോലി തരപ്പെടുത്തി തരണം എന്നാണ് ആ കുട്ടികളൊക്കെ പറയാറ്. എനിക്കൊരു ബാധ്യതയായി മാറി. പിന്നെ ഞാൻ അവരെ കൈവിട്ടിട്ടില്ല. സ്റ്റുഡിയോകളിൽ ചായയും ആഹാരങ്ങളുമൊക്കെ വിളമ്പാനും തറ തൂത്ത് തുടയ്ക്കാനും ഒക്കെയുള്ള പണികളൊക്കെ ആ കുട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കാരണം അത്രയും പ്രായങ്ങളൊക്കെ ഉള്ളൂ അവർക്ക്. അതിലൊരു പയ്യൻ തമ്പാനൊരു RMSൻ്റെ മുന്നിൽ ചെരുപ്പ് തുന്നുന്ന പണി തുടങ്ങി. ഒരുപാട് കാലം അവനുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ഞാൻ ആക്റ്റീവ കൊണ്ട് നിർത്തിയാലുടൻ ചെയ്യുന്ന പണി അവിടെ ഇട്ടിട്ട് ആ ചെരുപ്പ് അവിടെ എറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും. കുറേ നേരം സംസാരിക്കും. ഒരു നാൾ അവൻ എന്നോട് നാണിച്ച് പറഞ്ഞു, ഞാൻ വലിയ തുറയിൽ നിന്നും ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു. അത് പറയുമ്പോൾ അവൻ്റെ നാണം വേണം കാണാൻ. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അവൻ അവിടെ കാണാറില്ല, അവൻ അവിടുന്ന് മതിയാക്കിപ്പോയി. ഇതൊക്കെ എന്നെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് അജ്മൽ അമീർ എന്ന അഭിനേതാവിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ എനിക്ക് ഈ സംശയം അല്ലെങ്കിൽ പിള്ളേർ പറഞ്ഞ കഥകളില്ലേ, അതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. ആ കുട്ടികൾ സത്യത്തിൽ ചെയ്തത് പറയാൻ പഠിച്ചായിരിക്കും ഈ സംശയം എന്ന് പറഞ്ഞത്. അജ്മലിനെ നിങ്ങൾ മറക്കാനിടയില്ല. കാരണം B. ഉണ്ണികൃഷ്ണൻ്റെ നന്നായിട്ട് കളക്ഷൻ നേടിയ മാടമ്പിയിലെ മോഹൻലാൽ ചെയ്ത ഗോപാലകൃഷ്ണപിള്ളയുടെ അനുജൻ രാമകൃഷ്ണപിള്ള എന്നുള്ള വേഷം അഭിനയിച്ചത് ഈ യുവനടനായിരുന്നു. ചെറുപ്പമാണ്, സിനിമാക്കാരനാണ്, കാണാനാണെങ്കിൽ ഒരു ചുള്ളനുമാണ്, മോശമല്ലാത്ത കാശും കാണും കയ്യിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും
അല്പസ്വല്പം ജാടയും മൊടയും സ്ത്രീലമ്പടനും ഒക്കെ ആകുക ഏതാണ്ട് എല്ലാവൻ്റെയും സ്വഭാവമാണ്. അങ്ങനെ ഇല്ലാത്ത നല്ല തന്തയ്ക്ക് പിറന്ന ചുരുക്കം പേരെങ്കിലും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നുമില്ല. കുറച്ചു കാലം മുമ്പത്തെ പോലെയല്ല. ഇപ്പോൾ വിമാനത്തിൽ ബാംഗ്ലൂരിൽ പോകാം, ഫ്ലാറ്റുണ്ട്, ഹോട്ടലെടുക്കാം, നമുക്ക് അടിച്ചു പൊളിക്കാം എന്നൊക്കെ, അല്ലെങ്കിൽ നിൻ്റെ അവിടം കൊള്ളാം ഇവിടം കൊള്ളാം എന്നൊക്കെ പെൺപിള്ളേരോട് പറയും മുമ്പ് 100 പ്രാവശ്യം ചിന്തിക്കണമെന്നാണ് അജ്മലിനെ പോലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വിളിക്കുന്ന ഐറ്റംസ് ഏത് ലെവലിലുള്ളതെന്ന് ആദ്യം പഠിക്കണം. ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന ടൈപ്പുകളാണെങ്കിൽ കുഴപ്പമില്ല. വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പോടാ പട്ടി എന്ന് പറയുന്ന ഐറ്റംസുകളും കുഴപ്പമില്ല. ഇതിനിടയിലുള്ളവരൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. അവർ റെക്കോർഡ് ചെയ്യും. വാട്സാപ്പിൽ വിളിച്ചാൽ സുരക്ഷിതം, വേറൊരു ഫോണിൽ സുരക്ഷിതമാണെന്ന് ഇവൻ കരുതും. പക്ഷേ ബുദ്ധിയുള്ള പെമ്പിള്ളേർ ചെയ്യുന്നത് വേറൊരു ഫോണ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇവൻ വാട്സാപ്പിൽ വിളിക്കുന്നതിനെ സ്പീക്കറിൽ ഓൺ ചെയ്ത് കൊടുത്തിട്ട് മറ്റേ റെക്കോർഡ് ചെയ്യും. അത് വെച്ച് കളിക്കും. അങ്ങനെയാണ് ഈ അജ്മൽമാരൊക്കെ പൂട്ടിപ്പോകുന്നത്. ചക്കരെ, മോളെ, പുന്നാരെ എന്നൊക്കെ വിളിച്ചാൽ അവളത് റെക്കോർഡ് ചെയ്യും. പിന്നെ അത് AI വോയിസാണ്, ഇമിറ്റേഷനാണ് എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ ചളമാക്കാൻ അജ്മൽമാർ നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അജ്മലാണ് വാർത്തയിൽ മുഴച്ചു നിൽക്കുന്നത്. കാരണം ഏതോ ഒരു പെൺകുട്ടിയോട് വാ ബാംഗ്ലൂർ പോവാം, നീ ബാംഗ്ലൂരിലേ പഠിക്കണേ, ഞാൻ അങ്ങ് വരാം, നമുക്ക് അടിച്ച് പൊളിക്കാം, മറ്റേ ചെയ്യാൻ മറിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അവൾ റെക്കോർഡ് ചെയ്യുന്നേ. ഇവൻ അതൊക്കെ AI സംവിധാനത്തിൽ ചെയ്താണെന്ന് പറഞ്ഞാൽ പോടാ മറ്റേന്ന് ആളുകൾ പറയൂ. കാരണം ആ കുട്ടി ബുദ്ധിമതി ആയതുകൊണ്ട് അവളതെല്ലാം റെക്കോർഡ് ചെയ്ത് കൃത്യമായിട്ട് കൈ വെച്ചിട്ടുണ്ട്. നീ അയച്ച ചാറ്റിങ് എല്ലാം എടുത്ത് ഇപ്പം ദിവസവും പുറത്തിടുകയാണ്. വല്ല കാര്യമുണ്ട് ഈ അജ്മലിന്? കല്യാണം കഴിച്ചവനാണെന്ന് തോന്നുന്നു. ഇവൻ ഇനി ഭാര്യ ഇരിക്കപ്പുറത്ത് കൊടുക്കുമോ? അതാണ് ഓവർ സ്മാർട്ടായാലുള്ള കുഴപ്പം. അതുകൊണ്ട് അജ്മൽമാരെ പെമ്പിള്ളേരെ കറക്കാൻ പോകുമ്പോൾ കുറച്ചുകൂടി പഴയതുപോലെ അല്ല, കുറച്ച് ആലോചിച്ച് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.